മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്നാണ്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പ്രതി സന്ദീപിന് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. അധ്യാപകനായ ആൾ ബോധപൂർവം കൊല ചെയ്യില്ലെന്നും മാനസികാവസ്ഥയാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് ഡോക്ടർ വന്ദനാദാസിനെ ചെറുകരക്കോണം സ്വദേശി സന്ദീപ് അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്. എസ് വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, അതിക്രൂരമായ ഒരു കൊലപാതകം, അതിലിനി എന്തൊക്കെ ഇളവുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടാലും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് സന്ദീപിന് നല്ല രീതിയിലുള്ള ഒരു ശിക്ഷ ലഭിക്കണമെന്ന് തന്നെയാണ്. അത്തരം ഒരു ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ശ്രീ, അങ്ങനെ തന്നെ ആയിരിക്കും. കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി PN വിനോദാണ് വിധി പ്രസ്താവിക്കുന്നത്. ഇതിൽ നരഹത്യ, ഗുരുതര മുറിവേൽപ്പിക്കൽ, സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജോലി തടസ്സപ്പെടുത്തൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയുള്ള കുറ്റങ്ങൾ നിലവിൽ ഉണ്ടായിരുന്നു. ഈ പ്രതി സന്ദീപിനെതിരെ ചുമത്തിയിരുന്നു. ഈ കുറ്റങ്ങളെല്ലാം തന്നെ കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ശിക്ഷയിന്മേലുള്ള വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. അതുപോലെ തന്നെ ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കണമെന്നും പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നും ചികിത്സ നൽകുന്നതിനിടെ ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഈ സംഭവം അത്യധികം ഗൗരവമുള്ളതാണെന്നും അതുപോലെ തന്നെ വന്ദനയുടെ പ്രായവും സേവന സ്വഭാവവും പരിഗണിക്കണമെന്നൊക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ 23 കുത്താണ് ഈ വന്ദനയ്ക്ക് ഏൽക്കേണ്ടി വന്നത്. ഇതിന്റെ എല്ലാം ഡിജിറ്റൽ തെളിവുകളടക്കമാണ് പ്രോസിക്യൂഷൻ കോടതി ഹാജരാക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ കേട്ട പ്രതിഭാഗം ഈ ശിക്ഷയിൽ ഇളവ് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും അതുപോലെ തന്നെ ഈ സന്ദീപ് പ്രായശ്ചിത്തത്തിന് തയ്യാറാണെന്നൊക്കെയാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. അതുപോലെ തന്നെ ഈ 2023 സൂചിപ്പിച്ചതുപോലെ തന്നെ 2023 മെയ് 10 പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആശുപത്രിയിലെ സർജിക്കൽ കത്രിക ഉപയോഗിച്ചാണ് പ്രതി ആക്രമണം നടത്തുകയും വന്ദനദാസിന്റെ ജീവനെടുക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ഈ കേസിൽ 90 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. 1000 പേജ് അടങ്ങുന്ന കുറ്റപത്രമാണ് സമർപ്പിച്ചത്. MM ജോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത്. അതുപോലെ തന്നെ 2025 ഫെബ്രുവരിയിൽ തന്നെ ഇതിന്റെ വിചാരണ ആരംഭിക്കുകയൊക്കെ ചെയ്തിരുന്നു. 70 സാക്ഷികൾ, 22 തൊണ്ടിമുതലുകൾ, 207 രേഖകളെല്ലാം കോടതി ഹാജരാക്കുകയും ചെയ്തു. 2026 മാർച്ച് 7 ആണ് ഇതിന്റെ വിചാരണയൊക്കെ പൂർത്തിയാകുന്നതും. എന്തായാലും ഇതിന്റെ അന്തിമവാദം കഴിഞ്ഞു. ഇതിന്റെ വിധി പ്രസ്താവന ഇന്ന് നടക്കും. ശരി, എസ് വിനീഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.